ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, മസനഗുഡി വഴി ഊട്ടിയിലെത്തുന്ന വരെയുള്ള കാഴ്ചകളായിരുന്നു അതിലുള്ളത്. എന്നാൽ ഇന്ന് ഊട്ടിയിലെത്തിയതിന് ശേഷവും നമ്മുടെ സ്റ്റേ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ലേക്ക് വ്യൂ റിസോർട്ടിലാണ് കേട്ടോ നമ്മൾ താമസിച്ച ഊട്ടിയിലുള്ളത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കണ്ടാലോ. ഇതവിടുത്തെ എൻട്രൻസ് ആണ്. കയറുമ്പോൾ തന്നെ ഇങ്ങനെ അടുക്കി വെച്ച പോലെയുള്ള ചെറിയ എന്താ പറയുക, ഹട്ടുകൾ പോലെ കാണും കേട്ടോ. അവിടെ കാണുമ്പോൾ തന്നെ കണ്ടില്ലേ, അടുക്കി വെച്ച പോലെ. ശരിക്കും പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു മതിലാന്നേ തോന്നുന്നു. പിന്നെ അങ്ങനെ നമ്മളവിടെ റിസപ്ഷൻ ഏരിയ എത്തി. വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ മഴ ഇടയിലൊന്ന് കിട്ടി, അല്ലാതെ മഴയൊന്നുമില്ലായിരുന്നു കേട്ടോ. വെയിലുണ്ടായിരുന്നു, പക്ഷേ നല്ല തണുപ്പുമുണ്ട്. അങ്ങനെ ഇതാണ് അവിടുത്തെ റിസപ്ഷൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾ. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയല്ലേ. നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല തണുപ്പുമുണ്ട്. പിന്നെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഒരുപാട് നീലപ്പൂവ് കാണുന്ന ചെടിയല്ല, അതും വലിയ മരമായിട്ടുണ്ട്. അതിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അവിടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു പൂച്ച ഉണ്ടായിരുന്നു കേട്ടോ. അതിനെ കണ്ടത് ഉരുണ്ട് മറിയായിരുന്നു, അന്ന് എഴുന്നേറ്റ് പോയി. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂസ് കാര്യങ്ങളൊക്കെ. ചെടികളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ അവർ നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്ത് വർത്തമാനം പറയാനൊക്കെ പുറത്ത് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ റൂമിലേക്ക് പോകുന്ന വഴിയാണ്. ഇതൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ ചെടിയൊക്കെ ഓരോ മൃഗങ്ങളുടെ അങ്ങനെ ഓരോരോ ഷേപ്പിൽ നല്ല വൃത്തിയായിട്ട് വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ റൂമെന്ന് പറഞ്ഞാൽ ഒരു ഹാള്, ഒരു റൂം, ഒരു ബാത്റൂം, പിന്നെ ചെറിയൊരു വരാന്ത അടങ്ങുന്നതാണ് റൂം വരുന്നത് കേട്ടോ. റൂമിൻ്റെ അവിടെയൊക്കെ നല്ല ആംബിയൻസാണ്, തണുപ്പും. പിന്നെ രാവിലെ നോക്കുമ്പോൾ ഇങ്ങനെ ചെറിയ മഞ്ഞൊക്കെ ഉണ്ടാകും. അങ്ങനെ നമ്മൾ റൂമിലൊക്കെ വെച്ചു. പിന്നെ റൂമിൻ്റെ മുൻഭാഗത്ത് കൂടെയുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ നമ്മളൊന്ന് പുറത്ത് പോവുകയാണ്. പുറത്ത് പോകുമ്പോഴാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സ്ഥലം വിൽപ്പനയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കോളൂ കേട്ടോ. പിന്നെ രണ്ട് സൈഡിലും കൃഷിസ്ഥലമാണ്. കൃഷി എന്തോ വിതയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് അത്യാവശ്യം വൈകുന്നേരം ആയിട്ടുണ്ട് അവിടെ. പിന്നെ നേരത്തെ സന്ധ്യ ആകുന്നതുകൊണ്ടും അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇത് ഊട്ടിയിലെ ലേക്കിൻ്റെ ഇതാണ്. ജസ്റ്റ് ലേക്കിൻ്റെ അതിലൊന്ന് റൗണ്ട് അടിച്ച് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്.
ദിവസം രാവിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഈ ചെടീൻ്റെ പേരറിയുന്നവരോ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഏതാ ചെടി എന്നുള്ളത്. നല്ല രസമല്ലേ ഇതിൻ്റെ പൂവൊക്കെ കാണാൻ. ഒരു എന്താ കളർ ലാവണ്ടർ കളറല്ലേ, നല്ല രസമല്ലേ. ഇന്നലെ കണ്ട കുഞ്ഞു പൂച്ച അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ അവളെ വിളിച്ച് അവളെ പുറകെ നിന്ന് പോയി നോക്കി, പക്ഷേ എന്ത് ചെയ്യാനോ, അവൾ ഓടി ഒളിച്ചു. ജീവനം കൊണ്ട് രക്ഷപ്പെടാൻ പോവാണ് കണ്ടോ, ഓടി. ഇപ്പം നോക്കിയപ്പോൾ ഓടിപ്പോയി അവൾ. പിന്നെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു, തിരിച്ചു പോരുക കേട്ടോ. തിരിച്ചു പോരുമ്പോൾ നമ്മൾ സാധാ പോണ വഴിയില്ല, വഴി കൂടെ തന്നെയാണ് തിരിച്ചു വന്നത്. നിലമ്പൂർ വഴി തന്നെ കേട്ടോ തിരിച്ചു വന്നത്. അപ്പോൾ ഇതായിരുന്നു ജസ്റ്റ് ഊട്ടിയിലെ വലിയ കാഴ്ചകളൊന്നും നമ്മൾ കാണാൻ പോയില്ല, എന്നാലും ജസ്റ്റ് ഊട്ടിയിലൊരു കാഴ്ചയായിരുന്നു അത്. മസനഗുഡി വഴി ഊട്ടി ഒന്ന് പോകുക എന്നുള്ളതായിരുന്നു മെയിനായിട്ട്. ഊട്ടി കാണാനല്ല, മസനഗുഡി വഴി ഒന്ന് പോകുക എന്നുള്ളത്. പിന്നെ അവിടെയൊക്കെ വരുന്ന വഴിയിലേക്കുള്ള കാഴ്ചകളായിരുന്നു അത്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു യാത്രയായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ ഇന്നത്തെ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. വരുന്ന വഴിയിലുള്ളൊരു ആകാശ കാഴ്ചയാണ് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ഓരോരോ ബുക്കിൻ്റെ ചട്ടയിലൊക്കെ കാണില്ലായിരുന്നോ ഇങ്ങനത്തെ ചിത്രങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇതൊക്കെ വരച്ചുണ്ടാക്കിയതാണ്, ഇങ്ങനെയൊന്നും ഇല്ല വിചാരിക്കും. പക്ഷേ ഇപ്പം ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് നോക്കിക്കുക എന്ത് രസമാണ് ഇതൊക്കെ കാണാൻ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സ്ഥലത്ത് റോഡ് പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും അഭിപ്രായം അറിയിക്കണേ. ഓക്കേ.